Hello, welcome to chapters. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ആണ്. ഇതുപോലെ ഒരു ഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ഡെഡ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിലുള്ള ഒരു മെത്തേഡ്. രണ്ട് രീതിയിൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത് ഒരു യൂണിവേഴ്സിറ്റി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക്. ദാറ്റ് മീൻസ് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് നിങ്ങളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ഒരു ഹൈ സ്കോറിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യുക, അതിന് കുറെ മെത്തേഡ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഇലോബറേറ്റ് ചെയ്ത് എഴുതേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ സോൾവ് ചെയ്യുന്ന മെത്തേഡും ഒപ്പം വേറെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോ ഒരു ഗേറ്റ് പോലെയുള്ള അല്ലെങ്കിൽ നെറ്റ് പോലെയുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാന്നുള്ളത്. അതായത് അന്നേരം നമ്മുടെ കയ്യിൽ കുറച്ച് ടൈമേ ഉള്ളൂ, അതുകൊണ്ട് ആ ഒരു കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ ആ ഉത്തരത്തിലേക്ക് എത്താനുള്ള വഴി. അങ്ങനെ രണ്ട് മെത്തേഡിലാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ അതിന്റെ ഫസ്റ്റ് മെത്തേഡ് നമുക്ക് നോക്കാം. ഒരു ബാങ്കേഴ്സ് അൽഗോരിതത്തിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഇതിനകത്ത് ഡെഡ്ലോക്ക് ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ളത്. സോ ബാങ്കേഴ്സ് അൽഗോരിതത്തിൽ എന്തായിരുന്നു ആദ്യം ചെയ്തിരുന്നത്? ഏതെല്ലാം പ്രോസസ്സുകൾ ഉണ്ട്, ഏതെല്ലാം റിസോഴ്സുകൾ ഉണ്ട്, ഓരോ റിസോഴ്സുകളും ഓരോ പ്രോസസ്സുകൾക്ക് എത്ര കണ്ട് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നു, അതുപോലെ തന്നെ ഇനി എത്ര റിസോഴ്സുകൾ ഓരോ പ്രോസസ്സുകൾക്ക് വേണം എന്നെല്ലാ ഇൻഫോർമേഷനും അടങ്ങിയിട്ടുള്ള ഒരു ടേബിൾ ആണ് ഉണ്ടായിരുന്നത്. സോ ആ ഒരു ടേബിൾ നമ്മൾ ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ നിന്ന് എടുത്ത് ഉണ്ടാക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ ഗ്രാഫിൽ നോക്കിയാൽ ആദ്യം അറിയേണ്ടത് സിസ്റ്റത്തിന്റെ കയ്യിൽ ടോട്ടലി അവൈലബിൾ ആയിട്ട് എത്ര റിസോഴ്സുകൾ ഉണ്ട് എന്നുള്ളതാണ്. സോ ഇവിടെ 3 റിസോഴ്സുകളാണ് R1, R2 ആൻഡ് R3. R1ഉം R2ഉം R3ഉം. ഇനി ഓരോ റിസോഴ്സുകളും എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിൽ എത്ര ഇൻസ്റ്റൻസസ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ R1ന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ 2 ഇൻസ്റ്റൻസസ് ആണുള്ളത്. R2ന്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ 1, 2, 3 റിസോഴ്സസ് ഉണ്ട്. R3യുടെ കേസ് ആണെങ്കിലും 2 എണ്ണമാണ് ഉള്ളത്. ഇത് ടോട്ടൽ സിസ്റ്റത്തിന്റെ കയ്യിലുള്ളത്. ഇനി ഇതിൽ നിന്ന് കുറച്ചെണ്ണമായിട്ട് ഈ P0, P1, P2, P3 ആയിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കറണ്ട് അലോക്കേഷൻ. അത് നമ്മൾ ഈ ഒരു ടേബിളിനകത്തേക്ക് എഴുതാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ പ്രോസസ്സുകളിലേക്കും കൺസിഡർ ചെയ്യാണ് ഫസ്റ്റ്. സോ P0യിലോട്ട് പോയി കഴിഞ്ഞാൽ P0ന്റെ കയ്യിൽ കറണ്ട് അലോക്കേഷൻ, അതായത് P0 ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന റിസോഴ്സുകൾ ഏതാണ്? അപ്പൊ ഇവിടെ ഈ ഒരു കേസിൽ ഹോൾഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻകമിങ് ആരോസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ P0യിലോട്ട് വന്നിരിക്കുന്ന ഇൻകമിങ് ആരോസ് ഏതൊക്കെയാണ്? ഞാൻ ഇവിടെ ഈ ബ്ലൂ ലൈൻ വെച്ചുകൊണ്ടാണ് ഇൻകമിങ് ആരോസ് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പൊ ഇവിടെ R1ൽ നിന്നും അതുപോലെ തന്നെ R3യിൽ നിന്നും ഓരോരോ ഇൻകമിങ് ആരോസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഒരു R1നെ P0 ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, ഒരു R3നെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ ഇൻഫോർമേഷൻ നമുക്ക് ടേബിളിലോട്ട് കൊണ്ടുവരാം. അതായത് P0യുടെ കയ്യിൽ R1ന്റെ ഒരു റിസോഴ്സ് ഉണ്ട്, പിന്നീട് R3യുടെ ഒരു റിസോഴ്സ് ഉണ്ട്, R2ന്റെ ഒറ്റ റിസോഴ്സും ഇല്ല, അതുകൊണ്ട് അത് 0 ആയിട്ട് എഴുതാം. ഇനി ഇതേപോലെ P1ന്റെ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ P1ലോട്ട് 2 ഇൻകമിങ് ആരോസ് ആണ്. ഒന്ന് R1ൽ നിന്നും ഒന്ന് R2ൽ നിന്നും. R1ൽ നിന്നും വന്നു, R2ൽ നിന്നും വന്നു, R3ൽ നിന്നും വന്നിട്ടില്ല. പിന്നെ P2ന്റെ കേസ്, P2ലോട്ട് R2ന്ന് ഒരു റിസോഴ്സിനെ ഹോൾഡ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അതായത് P2ന് R2ന്റെ ഒരു റിസോഴ്സ് ഉണ്ട്, ബാക്കി റിസോഴ്സുകളൊന്നും P2യുടെ കയ്യിലില്ല. ദെൻ P3 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ P3ലോട്ട് ഒരൊറ്റ റിസോഴ്സ് മാത്രമേ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ, അതായത് R2. P3യിൽ R2 ആണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്, ബാക്കി റിസോഴ്സുകളൊന്നുമില്ല. ഇപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കറണ്ട് അലോക്കേഷൻ കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൽ കൊണ്ടൊന്നും ഈ ഓരോ പ്രോസസ്സുകളും സാറ്റിസ്ഫൈ ആവുന്നില്ല. അവർക്ക് അവരുടെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനിയും ഇതേ റിസോഴ്സുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. സോ ഇനി പെൻഡിങ് റിക്വസ്റ്റ് എത്രയാണ് എന്നുള്ളത്, ഇനിയുള്ള നീഡാണ് ഇവിടെ ഈ റിക്വസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഇവിടെ റിക്വസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഔട്ട് ഗോയിങ് ആരോസ്, അതായത് പ്രോസസ്സിൽ നിന്നും പോയേക്കുന്ന ആരോസ് റിസോഴ്സിലോട്ട്. അപ്പൊ P0യുടെ കൺസിഡർ ചെയ്യുമ്പോൾ P0യിൽ നിന്ന് 2 ഔട്ട് ഗോയിങ് ആരോസ് ആണ്, ഗ്രീൻ കളറിലാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ P0യിൽ നിന്ന് R2ലോട്ട് ഒരു റിക്വസ്റ്റ് പോയിട്ടുണ്ട്, R3ലോട്ടും ഓരോ റിക്വസ്റ്റ് പോയിട്ടുണ്ട്. അപ്പൊ P0യിൽ നിന്ന് R2ലോട്ട് ഒരു റിക്വസ്റ്റ് പോയിട്ടുണ്ട്, ദെൻ R3ലോട്ട് ഒരു റിക്വസ്റ്റ് പോയിട്ടുണ്ട്. രണ്ടും ഓരോ റിസോഴ്സുകളെയാണ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ R1ന്റെ കേസിൽ ഒന്നുമില്ല. ദെൻ P1 എടുത്തു നോക്കാം. P1 കൺസിഡർ ചെയ്യുമ്പോൾ P1ലേക്ക് R1ന്റെ ഒരു റിസോഴ്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. P1ന് R1ന്റെ ഒരു റിസോഴ്സ് ആണ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്, ബാക്കി ഒറ്റ റിസോഴ്സുകളുടെ ആവശ്യം P1ലില്ല. ദെൻ P2ലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ P2ന് വേണ്ടുന്നത് R3യിലെ ഒരു റിസോഴ്സ് മാത്രമാണ്.
R3 ഒരൊറ്റ റിസോഴ്സ്, ബാക്കിയുള്ളതിനൊന്നും ആവശ്യമില്ല P2ന്. ദെൻ P3 കൺസിഡർ ചെയ്യുമ്പോൾ P3ക്ക് 3 റിസോഴ്സുകളെയാണ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. R2ന്റെ 2 റിസോഴ്സുകൾ ഉണ്ട്. P3ക്ക് R2ന്റെ 2 റിസോഴ്സുകൾ വേണം. അതുപോലെ തന്നെ P3ക്ക് R1ന്റെ ഒരു റിസോഴ്സും ആവശ്യമായിട്ട് വരും. അതിന് R3യുടെ ഒരൊറ്റ റിസോഴ്സുകളുടെ ആവശ്യം P3ക്ക് ഇല്ല. അപ്പൊ ഇത്രയാണ് നമുക്ക് കറണ്ട് അലോക്കേഷനും റിക്വസ്റ്റും ആയിട്ട് ഈ ഒരു ചാർട്ടിൽ നിന്ന് കിട്ടുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത് അവൈലബിലിറ്റി. ഇപ്പോഴത്തെ അവൈലബിലിറ്റി എത്രയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിസോഴ്സുകളിലോട്ട് വരാം. റിസോഴ്സുകൾ ഇവിടെ ആദ്യം സിസ്റ്റത്തിന്റെ കയ്യിൽ R1 എന്ന് പറഞ്ഞത് 2 എണ്ണമാണ് ഉണ്ടായിരുന്നത്. 2 എണ്ണത്തിൽ എത്ര എണ്ണം അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയാൽ ഇവിടെ 2 ഇൻസ്റ്റൻസ് ഉണ്ട്. രണ്ടും ഓരോരോ പ്രോസസ്സുകൾക്കായിട്ട് P1നും P0ക്കും വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. അതായത് R1ന്റെ കേസിൽ ഇനി റിസോഴ്സുകളൊന്നും ബാക്കിയില്ല ഇപ്പോഴത്തെ അലോക്കേഷൻ വെച്ചുകൊണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ R1ന്റെ കറണ്ട് അവൈലബിലിറ്റി എന്ന് പറയുന്നത് 0 ആണ്. R2ന്റെ കേസ് എടുക്കുമ്പോഴും R2ൽ 3 എണ്ണം ഉണ്ടായിരുന്നു. 3 ഓരോ പ്രോസസ്സുകൾക്കായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ R2ന്റെ കയ്യിലും ഇപ്പോൾ കറന്റ് ഒന്നും അവൈലബിൾ ആയിട്ടില്ല. R3യുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരെണ്ണം അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം ഫ്രീ ആണ്. ദാറ്റ് മീൻസ് ഒരെണ്ണമാണ് R3യുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു അവൈലബിലിറ്റി അനുസരിച്ചുകൊണ്ട് നമ്മൾ ഈ റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഡെഡ് ലോക്ക് ഉണ്ടോ എന്നുള്ള കണ്ടീഷൻസ് ആണ് നമ്മൾ തന്നിരിക്കുന്ന ചാർട്ടിനകത്ത് നിന്ന് ബാങ്കേഴ്സ് അൽഗോരിതം വെച്ചുകൊണ്ട് കണ്ടുപിടിക്കുന്നത്. സോ ഇപ്പൊ നമുക്ക് ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് കറണ്ട് അലോക്കേഷൻ കിട്ടി, റിക്വസ്റ്റ് എത്രയാ വേണ്ടതെന്നുള്ളത് കിട്ടി, ഒപ്പം ഇപ്പൊ കറണ്ട് അവൈലബിൾ ആയിട്ടുള്ള ഓരോ റിസോഴ്സുകളുടെയും മാക്സിമം നമ്പർ എന്നുള്ളത് അതും കിട്ടി. ഇനി ഇതിൽ നിന്ന് നമുക്ക് അവൈലബിലിറ്റി ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പ്രോസസ് ആയിട്ടുള്ള P0ന്റെ കേസ് എടുക്കുന്ന സമയത്ത് P0ക്ക് വേണ്ടുന്നത് 0, 1, 1 എന്നുള്ള ഓർഡറിലാണ് ഓരോ റിസോഴ്സുകളെ ആവശ്യമായിട്ട് വേണ്ടുന്നത്. പക്ഷെ ഇവിടെ കറണ്ട് അവൈലബിലിറ്റി എന്നത് 0, 0, 1 ആണ്. ദാറ്റ് മീൻസ് ഇവിടെ എഴുതാം 0, 0, 1 ആണ് വേണ്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു നീഡ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല. സോ P0ക്ക് ഇവിടെ ഈ ഒരു റിസോഴ്സുകളെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല, കഴിഞ്ഞ വീഡിയോയിൽ ഇത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് കാരണം. ഓക്കെ, അപ്പൊ P0ക്ക് പറ്റുന്നില്ല. ദെൻ നെക്സ്റ്റ് പ്രോസസ്സിനെ കൺസിഡർ ചെയ്യും P1ന്റെ കേസ് എടുക്കുമ്പോൾ P1ന് വേണ്ടുന്നത് 1, 0, 0 ആണ്. ഇപ്പൊ കറണ്ട് അവൈലബിലിറ്റി നമ്മൾ പറഞ്ഞു 0, 0, 1 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയും ഈ ഒരു നീഡ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ P1നും ഇവിടെ റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ P2 എടുക്കുമ്പോഴും അവൈലബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ 0, 0, 1 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഈ ഒരു നീഡ് എന്ന് പറയുന്നത് എക്സാക്ട്ലി മാച്ചിങ് ആണ്, അവിടെ അലോക്കേറ്റ് ചെയ്യാൻ കൂളായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ P2 ഇവിടെ എക്സിക്യൂഷന് വേണ്ടി പോയി കഴിഞ്ഞ ശേഷം അവിടെ അതിന്റെ കയ്യിൽ ഉണ്ടായിരുന്നതടക്കം റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ അവൈലബിലിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 0, 0, 1 ആയിരുന്നു ഉണ്ടായിരുന്നത്. പ്ലസ് P2ന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞ ശേഷം അതിന്റെ കയ്യിൽ ആദ്യം അലോക്കേറ്റ് ചെയ്തിരുന്ന 0, 1, 0 റിലീസ് ചെയ്തു. 0, 1, 0 റിലീസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് 0, 1, 1 എന്നാണ് രണ്ടാമത് വന്നിരിക്കുന്ന കറണ്ട് അവൈലബിലിറ്റി. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് P3യുടെ കേസിൽ P3ക്ക് വേണ്ടുന്നത് 1, 2, 0 ആണ്. അവൈലബിലിറ്റി എന്ന് പറയുന്നത് 0, 1, 1 ആണ്. അപ്പൊ ഈ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തത് കാരണം P3 എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. ദെൻ അടുത്ത വീണ്ടും നമ്മുടെ സൈക്കിളിൽ പിറകോട്ട് വന്നിട്ടുണ്ടെങ്കിൽ P0 ആണ് ഇരിക്കുന്നത്. അപ്പൊ P0ന്റെ നീഡ് നോക്കും. P0ക്ക് എത്രയാണ് വേണ്ടത്? P0ക്ക് വേണ്ടുന്നത് 0, 1, 1 ആണ്. കറണ്ട് അവൈലബിലിറ്റി എന്ന് പറയുന്നത് 0, 1, 1. സോ സെയിം റിസോഴ്സുകൾ സെയിം അവൈലബിലിറ്റി ആണുള്ളത്. അപ്പോൾ ഈ ഒരു നീഡ് അവിടെ സാറ്റിസ്ഫൈ ചെയ്തെടുക്കാൻ പറ്റും. സോ P0 എക്സിക്യൂഷന് പോകും. എക്സിക്യൂഷന് പോയ ശേഷം കയ്യിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ റിസോഴ്സുകളെ റിലീസ് ചെയ്തു കൊടുക്കും. നേരത്തെ ഉണ്ടായിരുന്നത് 1, 0, 1 ആണ്. 1, 0, 1 ഇത് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1, 1, 2 എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴത്തെ കറണ്ട് അവൈലബിലിറ്റി എന്ന് പറയുന്നത് 1, 1, 2 ആണ്. ഇനി നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് ആരാണ്? P1നെയാണ്. P1 കൺസിഡർ ചെയ്യുന്ന സമയത്ത് P1ന് വേണ്ടുന്നത് 1, 0, 0 ആയിരുന്നു. അവൈലബിലിറ്റി 1, 1, 2 ആണ്. 1, 1, 2 ആണ്. അപ്പൊ ഈ ഒരു എക്സിക്യൂഷൻ ഇവിടെ നീഡ് ഈസി ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ P1ന് എക്സിക്യൂഷന് വേണ്ടി പോകും. P1 എക്സിക്യൂഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷം റിലീസ് ചെയ്യുന്നത് ആരൊക്കെയായിരിക്കും? 1, 1, 0നെ റിലീസ് ചെയ്യും. 1, 1, 0 റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറണ്ട് അവൈലബിലിറ്റി എന്ന് പറയുന്നത് 2, 2, 2 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ നമ്മുടെ കയ്യിൽ P0 പോയി, P1 പോയി, P2 പോയി.
നെക്സ്റ്റ് അലോക്കേറ്റ് ചെയ്യേണ്ടത് P3 ആണ്. അപ്പൊ P3യുടെ നീഡ് എത്രയാണ്? 1 2 0 ആണ്. അവൈലബിലിറ്റി 2 2 2 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിക്വസ്റ്റ് P3യുടെ റിക്വസ്റ്റ് ഈസി ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ P3 എക്സിക്യൂഷന് പോയിട്ട് അതിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന 010 റിലീസ് ചെയ്യും. അപ്പോൾ ഇവിടെ P3യുടെ എക്സിക്യൂഷന് ശേഷം 010 റിലീസ് ചെയ്യുന്ന സമയത്ത് ടോട്ടലി നമ്മുടെ കയ്യിൽ ഇപ്പൊ എല്ലാ പ്രോസസ്സുകളും എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു. സോ ഇവിടെ P3 കൂടി റിലീസ് ചെയ്യുമ്പോൾ സിസ്റ്റത്തിന്റെ കയ്യിൽ എത്രയാണോ ഉണ്ടായിരുന്നത് അത്രയിലോട്ട് എത്തണം. അപ്പൊ നമുക്ക് നോക്കാം. P3 റിലീസ് ചെയ്തപ്പോൾ ഇവിടെ 010 ആയിരുന്നു. അപ്പോൾ കറന്റ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് 2 3 2. അതായത് R1 രണ്ടെണ്ണം ഉണ്ടായിരുന്നു, R2 മൂന്നെണ്ണം ഉണ്ടായിരുന്നു, R3 രണ്ടെണ്ണം ഉണ്ടായിരുന്നു. തിരിച്ച് അത്രയും റിസോഴ്സുകൾ സിസ്റ്റത്തിലോട്ട് തിരിച്ചു വന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഡെഡ് ലോക്ക് എന്നുള്ള ഒരു പ്രശ്നം വന്നില്ല. ഒപ്പം ഓരോ പ്രോസസ്സുകളും ഓരോ റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഇനി അതിലെ സീക്വൻസ് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് എക്സിക്യൂഷന് വേണ്ടിയിട്ട് ഏത് പ്രോസസ്സുകളാണ് ആദ്യം പോയത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. ആദ്യം P2-നാണ് റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്ത്, അതിനുശേഷം P0 പോയി, അതിനുശേഷം P1 പോയി, അതിനുശേഷം P3 പോയി. ഇതാണ് ഇവിടുത്തെ സീക്വൻസ്. അപ്പൊ യൂഷ്വലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡെഡ് ലോക്ക് ഉണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു അലോക്കേഷന്റെ സീക്വൻസ് എന്നുള്ളതാണ്. ഇത് ഒരു മെത്തേഡ്. ഇനി നെക്സ്റ്റ് മെത്തേഡ് നോക്കാം. ഇപ്പൊ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇത്രയും അധികം ഇൻഫർമേഷൻ ഒന്നും എഴുതി ചെയ്യാനുള്ള ടൈം ഇല്ല. അങ്ങനത്തെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? ഇനി ഡയറക്റ്റ് ഗ്രാഫ് വഴി സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇതിലുള്ള ഏതെങ്കിലും പ്രോസസ്സുകൾക്ക് അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് P0 പോവാം. ഫസ്റ്റ് P0ക്ക് അതിന്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 റിക്വസ്റ്റുകൾ ഇവിടെ പെൻഡിങ് ആണ്. ആ 2 റിക്വസ്റ്റും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ P0ക്ക് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ റിക്വസ്റ്റുകളിൽ ഫസ്റ്റ് റിക്വസ്റ്റ് ഇപ്പോൾ R3 കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ R3 റിക്വസ്റ്റ് കൺസിഡർ ചെയ്യാണെങ്കിൽ R3ക്ക് ഒരു റിസോഴ്സ് ഇവിടെ ഫ്രീ ആണ്, ഇത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ R2ന്റെ കേസ് എടുക്കുന്ന സമയത്ത് P0യുടെ ഈ ഒരു റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാൻ R2ന് പറ്റില്ല. കാരണം എല്ലാ റിസോഴ്സുകളും അവിടെ ഓരോ പ്രോസസ്സുകൾക്കായിട്ട് R2 ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ P0 ലോക്കായി. P0ക്ക് അവിടെ എക്സിക്യൂഷന് പോകാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് P1 വരാം. P1 വരുമ്പോൾ P1ന് വേണ്ടുന്ന R1ന് ഒരു റിസോഴ്സ് ആണ്. പക്ഷെ R1ന്റെ കയ്യിൽ കൊടുക്കാൻ ഇവിടെ റിസോഴ്സുകളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ P1ഉം അവിടെ ലോക്കായി കിടക്കുകയാണ്. P1നും എക്സിക്യൂഷന് പോകാൻ പറ്റില്ല. ദെൻ P2 വരാം. P2 വരുമ്പോൾ P2ന് വേണ്ടുന്നത് ആകെ ഒരു റിക്വസ്റ്റ് മാത്രമാണ്, അത് R3യിൽ നിന്നാണ്. പക്ഷെ R3യിൽ നോക്കി R3യിൽ ഇവിടെ ഒരു റിസോഴ്സ് അവൈലബിൾ ആണ്. സോ ഈ ഒരു റിസോഴ്സ് P2ന് കൊടുത്തു കഴിഞ്ഞാൽ P2ന് അതിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം P2ന്റെ കയ്യിൽ ഉണ്ടായിരുന്ന റിസോഴ്സുകൾ ഏതൊക്കെയാണോ അതിനൊക്കെ റിലീസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ R3യിൽ ഒരു റിസോഴ്സിനെ P2ന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഒപ്പം P2ന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു. P2 ഇവിടുന്ന് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് പുറത്തു പോയ സമയത്ത് P2യുടെ കയ്യിലുണ്ടായിരുന്ന R3 എന്ന് പറഞ്ഞ് ഈ ഒരു റിസോഴ്സിനെയും ഇവിടെ റിലീസ് ചെയ്തു. ഒപ്പം P2 ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന R2ലെ ഒരു റിസോഴ്സ് ഉണ്ടായിരുന്നു, അതിനെ അങ്ങ് റിലീസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് ആ സീരീസ് അങ്ങനെ സ്ട്രേറ്റ് പോവാണ്. അപ്പൊ ഇനി P2 കഴിഞ്ഞാൽ P3യുടെ എത്ര റിക്വസ്റ്റ് ഉണ്ട്? P3ക്ക് ഇവിടുന്ന് 3 റിക്വസ്റ്റുകൾ പോകുന്നുണ്ട്. 3 റിക്വസ്റ്റുകൾ നമുക്ക് കൺസിഡർ ചെയ്യാം. P3ക്ക് വേണ്ടുന്ന R2യിൽ നിന്ന് 2 റിക്വസ്റ്റ് വേണം. പക്ഷെ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. ഒരെണ്ണം ഇവിടെ അവൈലബിൾ ആണ്, പക്ഷെ ബാക്കി 2 എണ്ണം ഓൾറെഡി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തതാണ്. അപ്പൊ ഈ ഒരു P3ക്കും എക്സിക്യൂഷൻ പോകാൻ പറ്റില്ല, അതവിടെ ലോക്കാണ്. ഇനി വീണ്ടും നമുക്ക് P0 വരാം. P0 വരുമ്പോൾ P0ക്ക് ഇവിടുന്ന് വേണ്ടുന്ന ഏതൊക്കെയാണ്? R3യുടെ ഒരു റിസോഴ്സ് ആണ്. അപ്പൊ ഇവിടെ വന്ന് നോക്കിയാൽ R3യുടെ ഒരു റിസോഴ്സ് ഇവിടെ ഫ്രീ ആണ്, അപ്പൊ ഫുള്ളായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ P0ക്ക് ഇവിടുന്ന് R2യിൽ നിന്ന് ഒരു റിസോഴ്സ് ആണ്. R2യിൽ പോയാൽ R2യിലും ഒരു റിസോഴ്സ് ഇവിടെ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നീഡും സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ P0ക്ക് P0യുടെ എക്സിക്യൂഷന് വേണ്ടി പോകാൻ പറ്റും. P0ക്ക് R3യിൽ നിന്നും ഒരെണ്ണം കിട്ടി, R2യിൽ നിന്നും വേണ്ടുന്ന നീഡ് സാറ്റിസ്ഫൈ ചെയ്തത് കാരണം P0 എക്സിക്യൂഷന് പോയി. അതിനുശേഷം അതിന്റെ കയ്യിലുണ്ടായിരുന്ന എത്ര കണ്ട് റിസോഴ്സുകൾ ഉണ്ടായിരുന്നു അതൊക്കെ റിലീസ് ചെയ്യും. അപ്പോ നമ്മുടെ കയ്യിൽ ഇവിടെ R3യിൽ നിന്നുള്ള റിസോഴ്സ് ഫ്രീ ആയി. ഒപ്പം ഈ ഒരു റിക്വസ്റ്റ് ആയിരുന്നു അത്. ഒപ്പം ആദ്യം കൊടുത്തിരുന്ന ഒരു റിസോഴ്സ് ഉണ്ടായിരുന്നു R3യുടെ, അതും റിലീസായി. പിന്നെ P0യുടെ ഈ ഒരു റിക്വസ്റ്റ് ഇതാണ് ഇപ്പൊ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുത്തത്. അപ്പൊ ഇതും അവിടെ ഫ്രീ ആയി. ഒപ്പം ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു R1ന്റെ ഒരു റിസോഴ്സ്. അപ്പൊ ആ ഒരു റിസോഴ്സും ഇവിടെ P0 ഫ്രീ ആക്കി കൊടുത്തു. ഓക്കെ,
ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് വരാം. P1ന്റെ കേസ് എടുക്കുമ്പോൾ P1ന് R1ന്റെ ഒരു റിസോഴ്സ് ആണ് വേണ്ടിയിരുന്നത്. P1ന് ഇവിടെ R1ലോട്ട് വന്ന R1ൽ ഒരെണ്ണം ഫ്രീ ആയി കിടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു റിക്വസ്റ്റും സാറ്റിസ്ഫൈ ചെയ്തെടുക്കാൻ പറ്റും P1ന്. അങ്ങനെ P1ന്റെ എക്സിക്യൂഷന് പോകുന്നു. അപ്പൊ P1 എക്സിക്യൂഷന് പോയാൽ അതിന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ റിസോഴ്സുകളും ഫ്രീ ആക്കി കൊടുത്തു. ദാറ്റ് മീൻസ് ഈ ഒരു റിസോഴ്സ് ഫ്രീ ആയി, R1 എന്നുള്ള റിസോഴ്സ് ഫ്രീ ആയി, R2 ഉണ്ടായിരുന്ന ഒരു റിസോഴ്സ് ഫ്രീ ആയി. P1 എക്സിക്യൂഷൻ. അപ്പൊ ഇതുവരെയുള്ള സീക്വൻസ് ഒന്നും കൂടി എഴുതാം. ഇതിലെ ആദ്യം എക്സിക്യൂട്ട് ചെയ്തത് ആരായിരുന്നു? P2 ആയിരുന്നു. അതിനുശേഷം പോയത് ആരായിരുന്നു? P0 എക്സിക്യൂട്ട് ചെയ്തു. ദെൻ ഇപ്പോ P1 എക്സിക്യൂട്ട് ചെയ്തു. നെക്സ്റ്റ് നമ്മുടെ കയ്യിൽ P3 മാത്രമേ ഉള്ളൂ. P3ക്ക് നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ R1ൽ നിന്ന് ഒരെണ്ണം വേണം. ഇവിടെ 2 എണ്ണം അവൈലബിൾ ആണ്. അപ്പൊ ഇത് ഇവിടെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ദെൻ P3ക്ക് വേണ്ടുന്നത് ആരാണ്? ഇവിടെ R2ന് 2 റിസോഴ്സുകൾ വേണം. R2ൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് 2 എണ്ണം ഉണ്ട്. അപ്പൊ ഈ 2 നീഡും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം P3യുടെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കയ്യിലുണ്ടായിരുന്ന അത്രയും റിസോഴ്സുകൾ റിലീസ് ചെയ്യാനും പറ്റും. അപ്പൊ P3 റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതേ ഈ റിക്വസ്റ്റുകളെല്ലാം ഇവിടുന്ന് പോയി. ഇത് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സുകൾ എടുക്കാന്നുണ്ടെങ്കിൽ R2ന്റെ കേസിൽ 3 എണ്ണം അവൈലബിൾ ആണ്. ദെൻ R1ന്റെ കേസിൽ 2 എണ്ണം അവൈലബിൾ ആണ്. ദെൻ R3യുടെ കേസിൽ 2 എണ്ണം അവൈലബിൾ ആണ്. എത്രയാണോ സിസ്റ്റത്തിന്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത് അത്രയും റിസോഴ്സുകൾ തിരിച്ച് വരികയും ചെയ്തു. ലാസ്റ്റില് പോയ പ്രോസസ് എന്ന് പറയുന്നത് P3 ആണ്. അപ്പൊ ഈ ഒരു 2 പേരും ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡെഡ്ലോക്ക് ഉണ്ടാവുന്നില്ല, സീക്വൻസ് നമുക്ക് സെയിം ആയിട്ട് കിട്ടുകയും ചെയ്തു. ഈ 2 രീതിയും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. See you on next class. Bye.